കുറേ മെസ്സേജുകളുണ്ടായിരുന്നു സ്നോർക്കലിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണം. സ്നോർക്കൽസ് വണ്ടികളുടെ കാര്യത്തിൽ സ്നോർക്കൽ എന്ന് പറയുന്നത് കുറച്ച് കാവ്യാത്മകമായിട്ട് പറയുന്നൊരു വാക്കാണ്. ശരിക്കും അതൊരു എലിവേറ്റഡ് എയർ ഇൻടേക്ക്, അതായത് നമ്മുടെ ഗ്രില്ല് ടയർ ലെവലിൽ നിന്നും ഉയർന്ന് എയർ വലിക്കുന്ന ഒരു സാധനം. എന്തിനീ സാധനം? വെള്ളം പൊടിയൊന്നും ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള തണുത്ത എയർ എൻജിന് കൊടുക്കാൻ. എന്തിനാണ് കൊടുക്കുന്നത്? എൻജിൻ ഒരു എയർ പമ്പാണ്. അപ്പോൾ അതിൽ നല്ല തണുത്ത എയർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കത്തും, നല്ല പെർഫോമൻസ് കിട്ടും, ചാടി ചാടി നിൽക്കാം. ഇതെല്ലാവർക്കും ആവശ്യമുണ്ടോ? ആവശ്യമില്ല. വെക്കണം എന്നൊരു നിർബന്ധമില്ല. കാരണം നമ്മുടെ സ്റ്റോക്ക് വരുന്ന വണ്ടികൾ തന്നെ അത്യാവശ്യം നല്ല കോൾഡ് എയർ ഇൻടേക്ക് സിസ്റ്റം ഉള്ള വണ്ടികളാണ്. എല്ലാ വണ്ടികളുടെ എയർ ഇൻടേക്ക് സിസ്റ്റവും കോൾഡ് എയർ ഇൻടേക്കാണ്. ഇറ്റ്സ് എ വെരി വെൽ മെയ്ഡ് കോൾഡ് എയർ ഇൻടേക്ക് സിസ്റ്റം. ഒരു നിർബന്ധവും ഇല്ല അത് മാറണം എന്നുള്ളത്. കണ്ടില്ലേ, ചില വണ്ടികളുടെ ടൊയോട്ടോ പോലെയുള്ള വണ്ടികളുടെ എയർ വലിക്കുന്നത് വീൽ ആർച്ചിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ ഫെൻഡറിൻ്റെ അടിയിൽ നിന്നായിരിക്കും. അതായത് ക്ലീൻ കോൾഡ്, അതായത് എൻജിൻ റൂമിലത്തെ ചൂട് കിട്ടുന്നില്ല. ചില വണ്ടികളുടെ മുന്നിൽ നിന്നായിരിക്കും വലിക്കുക. അതും സെയിം, പൊടിയൊന്നും ഉണ്ടാവില്ല, എൻജിൻ റൂമിൽ നിന്നല്ല, കോൾഡ്. അപ്പോൾ ഇതെപ്പോഴാണ് ലിമിറ്റഡ് ആവുന്നത്? നിങ്ങൾ ഹയർ ലെവൽ ഓഫ് ഓഫ് റോഡ് ചെയ്യുമ്പോൾ. ഹയർ ലെവൽ നോർമൽ ക്യാമ്പിംഗ് എക്സ്പ്ലോറേഷൻ ഡ്രൈവല്ല. ഹയർ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു കോൺവോയിൽ അടുത്തടുത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് വെഹിക്കിൾസ് ഒരുമിച്ച് പോകുമ്പോൾ മുന്നിലുള്ള വണ്ടിയുടെ പൊടി, അത്രയും പൊടിയായിരിക്കും ആ വണ്ടിയുടെ ലെവലിൽ വന്നടിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മറ്റേ ഫെൻഡറിൻ്റെ അടിയിലുള്ള സെക്ഷൻ, വണ്ടിയുടെ മുന്നിലുള്ള സെക്ഷനിൽ കൂടെയൊക്കെ ഒരുപാട് പൊടി അകത്ത് കയറും, ഫിൽട്ടർ ബോക്സിലോട്ട് കയറും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സ്റ്റോക്ക് എയർ ഫിൽട്ടർ അങ്ങോട്ട് വണ്ടീനെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ഒന്നാടവിടെ ആവില്ല. ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഫിൽട്ടർ ക്ലോഗ്ഡ് ആവും. ക്ലോഗ്ഡ് ആയിക്കഴിഞ്ഞാൽ ഈ വരുന്ന എയർ ബൈപ്പാസ് ചെയ്യും, ഫിൽറ്ററിനെ ബൈപ്പാസ് ചെയ്ത് ചിലപ്പോൾ അകത്ത് പോകും, അല്ലെങ്കിൽ ഫിൽട്ടർ മെറ്റീരിയലിനെ അത് പൊട്ടിക്കും. അപ്പോൾ ആ ലെവലിൽ വരുന്ന ഈ പൊടിയും മണ്ണൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ എയർ വലിക്കുന്ന ഭാഗം കുറച്ച് ഉയർത്തി വയ്ക്കണം. അതാണ് ഈ എലിവേറ്റഡ് എയർ ഇൻടേക്ക്, സ്നോർക്കൽ എന്ന് വിളിക്കുന്ന ഒരു സംഭവം. നിങ്ങൾ ഫിൽട്ടർ ബോക്സ് തുറന്നിട്ട് അതിനകത്ത് മണ്ണും പൊടിയൊന്നുമില്ല, ഫിൽട്ടർ ക്ലീൻ ആണെങ്കിൽ സ്നോർക്കലിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ എയർ ഇൻടേക്ക് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സ്നോർക്കൽ, ഈ എലിവേറ്റഡ് എയർ ഇൻടേക്ക് വെച്ച് കഴിഞ്ഞാൽ സാധനം ബുള്ളറ്റ് പ്രൂഫായോ പെർഫെക്റ്റായോ? അല്ല, അതിനും പോരായ്മകളൊക്കെ ഉണ്ട്. മുന്നേ നിങ്ങളുടെ എയർ തൊട്ടടുത്തുനിന്നാണ് ഫിൽറ്ററിലോട്ട് എത്തിക്കൊണ്ടിരുന്നത്. ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. ഷോർട്ട് റാം എയർ ഇൻടേക്ക് പോലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങളത് പൊന്തിച്ച് വെച്ചു. അപ്പോൾ എയറിന് കുറേ ദൂരം യാത്ര ചെയ്യണം. ഇപ്പോൾ ചില സ്നോർക്കൽ സിസ്റ്റമൊക്കെ വളവുകളും തിരിവുകളും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫിൽറ്ററിലോട്ട് എത്താൻ. എയർ ട്രാവൽ ഡിസ്റ്റൻസ് കൂടി. അപ്പോൾ ചെറിയൊരു പെർഫോമൻസ് കോംപ്രമൈസ് അവിടെ ഉണ്ടാവും. മാർജിനിലാണ് നിങ്ങൾക്കത് ഫീൽ ആവില്ല. ഡൈനോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. വേറെ സൈഡിൽ ഈ സാധനം പൊന്തിച്ച് വെച്ചുകൊണ്ട് പൊടി കയറില്ല എന്നൊന്നുമില്ല. പൊടി കയറുന്നത് കുറയും. അതായത് നമ്മൾ ഈ ഗ്രില്ല് ലെവൽ, ടയർ ലെവലിൽ നിന്നും മാറി ഉയർത്തി വയ്ക്കുമ്പോൾ കുറച്ച് പൊടി കുറയും, പക്ഷേ പൊടി എപ്പോഴും കയറും. അപ്പോൾ ഈ സാധനം ഇടയ്ക്ക് നോക്കാനും ക്ലീൻ ചെയ്യാനും. ചിലർ ഈ ഫിൽട്ടർ ബോക്സ് മാറ്റി കോൾഡ് എയർ ഇൻടേക്ക് ആയിരിക്കും സ്നോർക്കലിനോട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കോൺഫിൽട്ടർ ശരിയായിട്ടിരിക്കുന്നുണ്ടോ, ഫിൽട്ടർ മെറ്റീരിയൽ പൊട്ടിയോ ലൂസാണോ, ഇതൊക്കെ നോക്കുക എന്ന് പറയുന്നത് തലവേദന പിടിച്ച് ചടങ്ങാം. ഈ വള്ളിക്കെട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചില മുന്തിയനം വട്ടന്മാർ ഈ ബോക്സും പൈപ്പും സ്നോർക്കലും എല്ലാം ഒഴിവാക്കിയിട്ട് ഈ മാഫിന് തൊട്ട് മുന്നേറ്റൊരു കോൺഫിൽട്ടർ ഓപ്പൺ ആയിട്ട് അങ്ങ് വെക്കും എൻജിൻ റൂമിനകത്ത്. ആർക്കറിയാം കുറച്ച് ചൂടുള്ള എയറാണ് എൻജിൻ റൂമിൽ നിന്ന് വലിക്കുന്നത്, പിന്നെ കുറച്ച് പൊടി കൂടുതൽ കയറും. പക്ഷേ കാല് കൊടുക്കുമ്പോൾ സഡൻ എയർ സപ്ലൈ എൻജിന് കിട്ടും. അതിനൊരു പെർഫോമൻസ് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ചിലരങ്ങനെ ചെയ്യും. ഇനി കോൺഫിൽട്ടർ എൻജിൻ റൂമിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് എയർ ഇൻടേക്കാണ്, യു ആർ ഹർട്ടിങ് ദ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞ് ഇൻ്റർനെറ്റും യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് കാണാം. എനിക്കത് ഒരു തരത്തിൽ വലിയ ഒരു യോജിപ്പില്ല. കാരണം നമ്മൾ വണ്ടി നിർത്തിയിട്ടേക്കൊന്നുമല്ലോ, വണ്ടി എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. ഈ എൻജിൻ റൂമിനകത്ത് എയർ എപ്പോഴും റീപ്ലേസ് ആയിക്കൊണ്ടിരിക്കുക. വണ്ടി നിർത്തിയിടുകയാണെങ്കിൽ ഓക്കെ, ആ തിയറി എല്ലാം കറക്റ്റാണ്. പിന്നെ എല്ലാ വണ്ടികളും സെയിം അല്ല. ചില വണ്ടികളുടെ എൻജിൻ റൂമിലൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ടാവും. കണ്ടോ, നല്ല സ്പേസ് ഉള്ള എൻജിൻ റൂംസ് ഉണ്ട്. ചില എൻജിൻ റൂംസ് എല്ലാം ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ കൺജസ്റ്റഡ് ആകുമ്പോൾ ആ എൻജിൻ റൂമിനകത്തുള്ള എയർ ഓഫ് കോഴ്സ് നല്ല ചൂടായിരിക്കും. പിന്നെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉള്ള വണ്ടികളുണ്ട്. അപ്പോൾ ഓവർ ഹീറ്റിംഗ് ഉണ്ടെങ്കിൽ ആ റേഡിയേറ്ററിൻ്റെ അവിടെ നിന്ന് വരുന്ന എയർ അത്രയും ചൂടുള്ളതായിരിക്കും. അപ്പോൾ പെർഫോമൻസിനൊന്നും കൂടെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുക. ഇപ്പോൾ ഓഫ് റോഡിലോട്ട് വരുമ്പോൾ ഈ പറയുന്ന എല്ലാ പരിപാടിക്കും അതിൻ്റേതായ പോരായ്മകളുണ്ട്. അത് സ്റ്റോക്ക് എയർ ഇൻടേക്ക് ആണെങ്കിലും നിങ്ങൾ സ്നോർക്കൽ വെച്ചാലും, സ്നോർക്കൽ കോൾഡ് എയർ ഇൻടേക്ക് ആയിട്ട് കണക്ട് ചെയ്താലും, ഓപ്പൺ ഫിൽട്ടർ എൻജിൻ റൂമിൽ വെച്ചാലും അതിൻ്റേതായ കുറവുകൾ ആ സിസ്റ്റത്തിനുണ്ട്. നമ്മൾ ഓഫ് റോഡ് ചെയ്യണം. ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഒരിക്കലും വണ്ടിയുടെ ക്വാളിറ്റി ഒന്നും കൂടുന്നില്ല. ആ തെറ്റിദ്ധാരണയൊക്കെ വിട്ടോട്ടോ. വണ്ടി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡെക്കറേഷൻ ഒന്നും വേണ്ട, നമ്മൾ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
നിങ്ങൾക്ക് നിങ്ങളുടെ യൂസ് അനുസരിച്ച്, നിങ്ങളുടെ ഓഫ് റോഡ് ലെവൽ അനുസരിച്ച് നിങ്ങൾ ഇതിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി തല വയ്ക്കുമ്പോൾ ഓഫ് റോഡിനെ കുറിച്ച് അറിയണ ഗാരേജിലൊക്കെ ചെന്ന് അഭിപ്രായം എടുത്തതിന് ശേഷം മാറുക. ഓൺലൈനിൽ പലതും കാണും വിലക്കുറവിലൊക്കെ. ആ സാധനമൊക്കെ എടുത്ത് മേടിച്ചുകൊണ്ട് വന്ന് ഗാരേജിൽ വന്ന് ജപ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഈ ചാറ്റ് GPT ജെമിനിയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ നമ്മുടെ അടുത്ത് വേണ്ട മോനെ എന്ന് പറയും. കുറച്ച് കാര്യമൊക്കെ ഉണ്ടാവും, കാരണം അവർ അങ്ങനെ ഒരു കുഴി ചാടിയതുകൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ അടുത്ത് പറയണത്. അപ്പോൾ നിങ്ങൾ വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിജ്ഞാനം പ്രദാനം ചെയ്യൽ കഴിഞ്ഞു. ചാടി നിൽക്കുക.